ഗണേശോത്സവത്തിന് സമാപനം കുറിച്ചുള്ള സാംസ്കാരിക പരിപാടിയുടെ ഉദ്ഘാടനം ഒറ്റപ്പാലത്ത് വെൽസൺ തെല്ലങ്കേരി നിർവഹിച്ചു. ശോഭാ സുരേന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. മറ്റ് BJP നേതാക്കളും പ്രവർത്തകരും ചടങ്ങിൽ സന്നിധരായിരുന്നു. തുടർന്ന് ഭാരതപ്പുഴയിലേക്ക് നിമജ്ജന ഘോഷയാത്ര നടത്തി. ഒരുമിച്ച് ചേരുന്ന മഹോത്സവമാണ് ഗണേശോത്സവം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അല്പം മഴയൊക്കെ ആവാവുന്നതാണ്. നമ്മുടെ നിമജ്ജന ഘോഷയാത്ര അല്പസമയത്തിനകം ഇവിടെ നിന്ന് ആരംഭിക്കേണ്ടതുണ്ട്. ഇവിടെ ജയറാം സാർ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിൽ ആയിരക്കണക്കിന് വർഷമായി ഗണേശ പൂജയുണ്ട്, ഗണപതി ആരാധനയുണ്ട്. നമ്മുടെ ഭാരതീയർ ചെറുതും വലുതുമായ ഏത് സൽക്കാര്യങ്ങൾ സമാരംഭിക്കുന്ന സമയത്തും ഗണപതിക്ക് കുറിച്ചാണ്, ഗണപതിയെ സ്മരിച്ചാണ്, പ്രാർത്ഥിച്ചാണ്. ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആദ്യമേ അദ്ദേഹം പറയുകയുണ്ടായി, ഞങ്ങളോട് മുട്ടാൻ വരണ്ട എന്ന്. മഴയുടെ പേരിൽ മഴയോടാണ് പറഞ്ഞതെങ്കിലും എനിക്കും നിങ്ങൾക്കും ബോധ്യമായിട്ടുണ്ട്, ആരും ഞങ്ങളോട് കളിക്കാൻ നിൽക്കണ്ട, കാരണം ഞങ്ങൾ ഈ ഭാരത മാതാവിന്റെ മക്കളാണ് എന്ന സൂചനയാണ് അദ്ദേഹം ഇവിടെ നൽകിയിട്ടുള്ളത്. ഞങ്ങൾ ആരാധിക്കുന്ന ഈ ഗണപതി ഭഗവാനെയാണ് വിദ്യാരംഭ ദിവസത്തിലും വിവാഹ ദിവസത്തിലും സാക്ഷാൽ പരമശിവന്റെയും പാർവതിയമ്മയുടെയും വിവാഹ സുദിനത്തിലും ആദി ഗണപതിയെ സ്മരിച്ചുവെന്നാണ് ഉപനിഷത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. ആ ഗണപതിയെ വെല്ലുവിളിച്ചവരോടുള്ള സൂചകമായിട്ടാണ് ചില കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചത് എന്ന് എനിക്കും നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട്. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഐക്യമാണ് പ്രധാനമെന്നുള്ളതാണ്. ഗണങ്ങളുടെ അധിപതിയാണ് ഗണപതി എന്നുള്ളതാണ്. കൂട്ടങ്ങളുടെ കാവൽക്കാരനാണ്, ഈശ്വരനാണ്, വിഘ്നങ്ങൾ തീർക്കുന്നവനാണ്. ആ ഗണപതി ഭഗവാനെ വെല്ലുവിളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സനാതന മൂല്യങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് എല്ലാം ഞങ്ങളിൽ ഭദ്രമാണ് എന്ന് തീരുമാനമെടുത്തവർ നമ്മെ അപമാനിച്ചും അവഹേളിച്ചും നമ്മുടെ ആളുകളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയ സമയത്ത് എവിടെയാണോ ഈ കാവിക്കൊടി കുത്തരുത് എന്ന് പറഞ്ഞത്, അവിടെ ഗണപതിയുടെ തുമ്പിക്കൈയിനെ പോലെ പരതി നോക്കിക്കൊണ്ട് വലിച്ചു പറിച്ചു കളയേണ്ടതിനെ പറിച്ചു കളഞ്ഞുകൊണ്ട് അവിടെ ഈ പതാക നിവർത്തിയ നമ്മുടെ
വിഗ്രഹം എന്ന് പറയുന്നത് ഗ്രഹിക്കാനുള്ളതാണ്. ഇവിടെ നമ്മൾ ഗണപതി ഭഗവാനെ നിമഞ്ജനം ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുമ്പോൾ ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ഭഗവാനെ നിമഞ്ജനം ചെയ്യുന്നതാണോ നിങ്ങളുടെ പൂജ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ ഗണേശ ഭഗവാൻ ഉണ്ടല്ലോ, ഈ ഗണപതി ഭഗവാൻ, ആ ഗണപതി ഭഗവാനെ നിമഞ്ജനം ചെയ്യാൻ കൊണ്ടുപോകുന്നതിന് മുൻപ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നമ്മളെല്ലാവരും ആരാണ്? പ്രതിഷ്ഠയ്ക്കൊരു പുനഃപ്രതിഷ്ഠയുണ്ടെങ്കിൽ ആ ഗണപതി ഭഗവാന്റെ അംശങ്ങളിൽ ചിലതെങ്കിലും പുനഃപ്രതിഷ്ഠ നടത്താൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ്. അത് ചില കുബേരന്മാരെ മുട്ടുകുത്തിക്കാൻ വേണ്ടിയാണ് എന്ന തീരുമാനമെടുത്തുകൊണ്ടാണ് സാർവജനിക ഗണേശോത്സവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. പണ്ടുമുണ്ടായിരുന്നു ഒരു കുബേരൻ. ആ കുബേരന് ഒരു ദിവസം ഒരു വാഴക്കൊലയുമായിട്ട് ഗണപതി ഭഗവാനും അതുപോലെ തന്നെ മുരുക ഭഗവാനും നമ്മുടെ ഈ വിശ്വമായിട്ടുള്ള പരമശിവനും പാർവതിയും ഇരിക്കുന്ന കൈലാസത്തിലേക്ക് ചെന്നു എന്നാണ് പറയുന്നത്. അവിടെ ചെന്നപ്പോൾ ഈ കയ്യിലെ വാഴക്കൊല വേഗം വാങ്ങിയെടുത്ത് ഗണപതി ഭഗവാൻ ഓടി മറിഞ്ഞ് ഒരു സ്ഥലത്തിരുന്ന് അത് മുഴുവൻ കഴിക്കുന്നത് കണ്ടപ്പോൾ കുബേരന് തോന്നി, ഞാനാണല്ലോ ഏറ്റവും വലിയ ആൾ, ഞാനാണല്ലോ സ്വർണ്ണ കച്ചവടം നടത്തുന്ന ആൾ, ഞാനാണല്ലോ ഈ കച്ചവടങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നത്, എന്റെ കയ്യിലാണല്ലോ ഈ ആഭരണപ്പെട്ടി കൂടുതലുള്ളത്, അതുകൊണ്ട് ഗണപതിയെ ഒന്ന് വെല്ലുവിളിക്കണമെന്ന് തീരുമാനമെടുത്തിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നി, എന്താണ്, ഞാൻ എന്റെ കഴിവും പ്രാപ്തിയും എന്റെ സ്വർണ്ണ ചെമ്പും ചരക്കും അതുപോലെ തന്നെ ഉരുളി എല്ലാ സാധന സാമഗ്രികളും ഒന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് ഗണപതിയെ ഒന്ന് സന്തോഷിപ്പിച്ചു കഴിഞ്ഞാൽ ലോകത്തിന്റെ നിയന്ത്രിതാവായിട്ടുള്ള നമ്മുടെ അമ്മയ്ക്കും അച്ഛനുമായിട്ട് നമ്മൾ കണക്കാക്കുന്ന ആ എല്ലാത്തിന്റെയും അവസാനമായിട്ടുള്ള ബ്രഹ്മജ്ഞാനത്തിന്റെ മകുടമായിട്ടുള്ള പരമശിവനും പാർവതിയും ഒക്കെ പ്രീതിപ്പെടുമല്ലോ, പിന്നെ കുബേരന്റെ വീടൊന്ന് കാണുമല്ലോ എന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ സദ്യക്ക് ക്ഷണിച്ചു എന്നുള്ളതും, ആ സദ്യക്ക് ക്ഷണിച്ച കുബേരന്റെ മനസ്സിന്റെ ഇംഗിതം മനസ്സിലാക്കിക്കൊണ്ട് ഗണപതി എന്ത് ചെയ്തു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? വിളമ്പിക്കൊടുക്കുന്നവരുടെ കൈയും ശരീരവും കുഴഞ്ഞു വീണിട്ടും കുബേരന്റെ കൊട്ടാരത്തിലുള്ളത് മുഴുവൻ കൊടുത്തിട്ടും അവസാനം അവിടുത്തെ എല്ലാം ആഹരിച്ച ആ ഗണപതി എന്ന് പറയുന്നത് ഈ പ്രകൃതിയിൽ കാണുന്ന എല്ലാ ദുർനിമിത്തങ്ങളെയും സ്ഥൂലഭാവത്തെയും ആഹരിക്കാനുള്ള ശക്തി ഞങ്ങൾക്കുണ്ട് എന്നാണ് ടെമ്പറില്ല എന്ന് പറഞ്ഞ ആളോട് നമ്മുടെ ഗണപതി ഭഗവാനെ കുറിച്ചുള്ള മഹത്വമായിട്ട് നമ്മൾ പറയുന്നത്. ടെമ്പർ കൂടുതലുള്ള ആളാണ് ഗണപതി ഭഗവാൻ. അതുകൊണ്ടാണ് സ്ഥൂലമായിട്ടുള്ളതിനെ എല്ലാത്തിനെയും ആഹരിക്കാനുള്ള ശക്തി ഈ ഗണപതി ഭഗവാൻ ഉള്ളത് എന്നുള്ളതാണ്.